സമയത്ത് ഞാൻ ഒരു 11:30 ഇവിടുന്ന് പോകാൻ വേണ്ടി പോയതല്ല, എന്നാലും അങ്ങ് പോയി. അവിടെ കൃഷിയുണ്ട്. കൃഷി മാത്രമല്ല, മോട്ടറുണ്ട്, എൻ്റെ പണിസാധനങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത്, പിന്നെ ബൈക്ക് മെഷീനും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ ഒന്ന് വെള്ളം പോയി. പിന്നൊരു വെള്ളം വരും എന്നുള്ള പ്രതീക്ഷയില്ല. ആ സമയത്ത് ഞാൻ അക്കരെ കയറി ഈ മോട്ടറൊന്നും എടുത്ത് നേരെ വെക്കണം, കട്ടിംഗ് മെഷീനുണ്ട് അതെടുത്ത് ഇക്കരെ കൊണ്ടുവരണം എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവിടെ ചെന്ന് അവിടെ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം പെട്ടെന്ന് വെള്ളം വരികയാണ് ചെയ്തു. അത് നമുക്കവിടെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ അങ്ങനെ ഇത് പുറത്തുള്ള എൻ്റെ കയ്യിൽ അന്നേരം മൊബൈൽ ഉണ്ടായിരുന്നു. ഞാൻ മൊബൈല് അപ്പോൾ എൻ്റെ കഴുത്തപ്പോൾ ഏകദേശം എൻ്റെ സെൻട്രൽ വെള്ളമായി. അപ്പോൾ ഞാൻ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു, മെമ്പറെ വിളിച്ച് ഞാൻ ഇങ്ങനെ വിവരം പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ ശേഷം എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പോവുകയും ചെയ്തു. പുറത്തേക്ക് പോയി. എൻ്റെ വെള്ളത്തിൽ വീണ് പോയി. ഞാൻ നോക്കാൻ പറ്റില്ല, കാരണം നല്ല ഒഴുക്കായതുകൊണ്ട് പിന്നെ ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞത് നമ്മളെ സംരക്ഷണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മേലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ഡ്രാഫ്റ്റിംഗുകാർ അവരെല്ലാവരും കൂടെ വന്നു. അപ്പോൾ എനിക്ക് കയറിട്ട് തന്നു. എനിക്ക് ചെറിയൊരു കയറിട്ട് വരുമ്പോഴത്തേക്കും കയറ് തെങ്ങ് ഇങ്ങനെ കുടുങ്ങിയിട്ട് ഈ വിരൽ മുറിഞ്ഞ് പോകേണ്ടത്. അപ്പോൾ ഏകദേശം അപ്പോൾ ഇതൊന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ഞാൻ ഭയങ്കര. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവരോട് പറയുന്നുണ്ട് വരണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ കയറെ പിടിച്ച് താഴെ ഒഴുകി വന്നോളാം എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ അറിയത്തില്ല. അവരുടെ ഒരു എൻ്റെ സംരക്ഷണമായിരിക്കുമല്ലോ അത്. എനിക്കവൻ ഇട്ടിരുന്ന മറ്റേത് തന്നു, ജാക്കറ്റ് തന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങി പോകുന്നു. അവർ 3 പേരുണ്ടായിരുന്നു. അപ്പം ബാക്കി 2 പേരും ഞാനും കൂടി ഇങ്ങി പോകുന്നു. അപ്പോൾ തൊട്ട് പുറകെ പുള്ളിയുണ്ട്. അപ്പോൾ ഞാൻ ഇക്കരെ കയറിയ ശേഷമാണ് പുള്ളി ഒഴുക്കിപ്പെടുന്നതെന്നാണ് പറയുന്നത്. അതായത് ചേട്ടനെ ആദ്യം മുന്നിൽ കയറുന്നുണ്ടായിരുന്നു, തൊട്ട് മുന്നിൽ 2 പേരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പുറകിലായിരുന്നു രാജേഷ് ഉണ്ടായിരുന്നു. രാജേഷ് ഈ പറഞ്ഞ മുന്നിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊന്നും പുറകിലേക്ക് പുറകിലേക്ക് നോക്കുന്നില്ല. ഞാനിത് കണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കിയാണ്. പക്ഷെ അതുകൊണ്ട് പറയാന്നുള്ളല്ലാണ്ട് വേറെ പറ്റത്തില്ലല്ലോ. ഇത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പോയി എന്നാണ് പറയണത്. അവന് പിന്നെ ഒന്ന് കൈ വിട്ടു, രണ്ടാമത്തെ കൈ കയറിയെന്ന് വിട്ടുപോയി എന്നാണ് പറയുന്നത്. നമ്മളിത് കാണുന്നില്ല. പക്ഷെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരെ ചെന്നപ്പോഴത്തേക്കിനും ആള് വിട്ടുപോയി. സത്യം പറഞ്ഞ ഒരു ദൗർഭാഗ്യകരമായ തീർച്ചയായിട്ടും. എനിക്കൊരു എന്തായിട്ട് എന്നെ രക്ഷിക്കാൻ വന്നിട്ടൊരു ജീവൻ പോവാന്ന് പറഞ്ഞാൽ ചേട്ടനും അതൊരു വലിയ മാനസികമായ ഒരു അല്ലേ. എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ പറയുന്നല്ലേ എനിക്ക് അറിയാലോ. ഞാൻ പറയുന്നത് അവൻ പോകുന്ന സമയത്ത് ഞാൻ പോയാലും എനിക്ക് വിഷയമില്ല, കാരണം നമ്മുടെ പ്രായമായതല്ലേ, അവൻ ചെറുപ്പക്കാരനല്ലേ. പക്ഷെ സംഭവിച്ചു പോയി. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ആൾക്കാരെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുറ്റം കൊണ്ടാണ് സംഭവം, കാരണം ആൾക്കാർ കയറിയതുകൊണ്ടാണല്ലോ സംഭവിച്ചത്. അങ്ങനെ നാട്ടുകാർക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ എല്ലാവരും മാപ്പ് ചോദിക്കുന്നു. എനിക്ക് പറയാനില്ല എൻ്റെ അത്. അല്ല അങ്ങനെ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ആരായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് കരുതിയല്ലല്ലോ ചെയ്യുന്നത്. അല്ല, ഞാൻ എല്ലാ വർഷങ്ങളായിട്ട് മഴക്കാലത്ത് ഫുൾ അവിടെ തന്നെയാണ്. ഇപ്പുറത്തോടെ വെള്ളം വരും. വെള്ളം വന്നാലും എനിക്ക് പ്രശ്നമില്ല, കാരണം ആ വെള്ളം താഴ്ന്നോട്ട് ഞാൻ അവിടെ നിൽക്കും. വെള്ളം താഴ്ന്നതിന് ശേഷം ഞാൻ കയറി സാധാരണ പോകുമ്പോൾ അങ്ങ് പോകും. ഇപ്രാവശ്യം അങ്ങനെയാണ് കരുതിയത്. പക്ഷേ കരുതുന്നതിനും അപ്പുറത്തേക്ക് വെള്ളം വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണല്ലോ അതാണ് സംഭവിച്ചത്.